പോകാം. കോഴിക്കോട് ബീച്ചിൽ നിന്നും സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, കോഴിക്കോട്ട് അവസ്ഥ എന്താണ്? കടൽ തീരത്ത് ഹരികുമാർ, ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് ജില്ലയിൽ രാത്രി മുതൽ പെയ്ത്. അതായത് ഇടപെട്ട സമയങ്ങളിൽ കനത്ത മഴയാണ്. ഇപ്പോൾ ചാറ്റൽ മഴയാണുള്ളത്. ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ബീച്ചിൽ വലിയ നാശനഷ്ടം കഴിഞ്ഞ രാത്രി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് ബീച്ചിലെ ഒരു തണൽ മരമായിരുന്നു, ബദാം മരമായിരുന്നു. ഇന്നലെ രാത്രി ആഞ്ഞടിച്ച കാറ്റിലാണ് ഈ മരം ഇവിടെ കടപുഴകി വീണിരിക്കുന്നത്. ഇതേപോലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ, ഈ തീരമേഖലയിലും ആയിക്കോട്ടെ മലയോര മേഖലയിലായിക്കോട്ടെ, വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് മുകളിലേക്ക് വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരശ്ശേരി, മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി മേഖലയിലും ഒപ്പം തന്നെ ഈ തീരമേഖലയിൽ പുതിയാപ്പിലൊക്കെ തന്നെ വലിയ രീതിയിൽ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടുണ്ട്. ഈ ബീച്ചിലാണെങ്കിൽ തട്ടുകടകൾ ധാരാളമുള്ളതാണ്. നിരവധി തട്ടുകടകളും മറിഞ്ഞു വീണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ചേട്ടാ, വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു. ആ വണ്ടി മറിഞ്ഞു വീണ വണ്ടിയാണ്. ആ വണ്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ബീച്ചിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഇന്നലെ രാത്രി വലിയ കാറ്റ് വീശി അങ്ങനെയാണ് ഇവിടെയുള്ള തട്ടുകടകൾ ഈ മറിഞ്ഞു വീണത്. ഇതിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടെങ്കിലും കുറേ ദുരന്തങ്ങൾ ഇന്നലെ കഴിച്ചില്ല. ഇവിടെ ഇന്നലെ ഒരു കാറിനൊരു പരിപാടി നടത്തിയിരുന്നു ഷോല്. അപ്പോൾ ഒരുപാട് മഴ ചെയ്തു ഫാമിലി കയറി വന്നത് ഒന്നായിട്ട് ഇടിഞ്ഞൊളിഞ്ഞ് വീണ്. പിന്നെ ഒരുപാട് എല്ലാ അപകടം ദുരന്തങ്ങളൊക്കെ കഴിച്ചില്ലായി. എല്ലാവരും റോട്ടുമ്പിലൊക്കെ കയറി വലിയ കാറ്റായിരുന്നു. അത് ചൊയിലെന്ന് പറഞ്ഞാൽ അബ്ബാറ് ചൊയില് എന്നല്ല അടിച്ചേ. ഈ വണ്ടിയൊക്കെ മറിയാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ പോയോ? സാധനമൊക്കെ കംപ്ലീറ്റ് സാധനം നഷ്ടപ്പെട്ട്. ആരുടെ കടയാ ഇത്? സമീർ എന്ന് പറഞ്ഞ ഒരാളെ കടയാണ്. കഥ തുറന്ന് കാണിച്ചതാണ്. ഒരുപാട് നാശനഷ്ടങ്ങളാണ്. ഹരികുമാർ, ഇതൊരു തട്ടുകടയായിരുന്നു. ഇത് മുഴുവൻ ഇന്നലെ കാറ്റത്ത് മറിഞ്ഞു വീണു. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഇത് ഉപ്പിലിട്ട കടയായിരുന്നു. ഉപ്പിലിട്ട കട. ഇതിനകത്തുണ്ടായിരുന്ന ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോയി എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതായത് ഇവിടെയുള്ള ഉന്തുവണ്ടിയാണ് ബീച്ചിലുള്ള ശക്തമായ കാറ്റിൽ ഇത് നശിച്ചു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ സിനോജ്, ഈ ബീച്ചിലൊക്കെ വരുന്ന ആളുകളുടെ എണ്ണവും കുറയും, അതുപോലെ ഇതൊക്കെ വാങ്ങി കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറയും അല്ലേ സിനോജ്? അതിനിടയ്ക്കാണ് ഈ പറയുന്ന നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. മഴ പെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ബീച്ചിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് കുറയും. ഇന്നലെ നല്ല ആളുകളുണ്ടായിരുന്നു ബീച്ചിൽ. ഈ ഓപ്പൺ സ്റ്റേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മഴയും കാറ്റും വന്നത്. അങ്ങനെ ആളുകൾ ഇവിടെ ബീച്ചിൽ സന്ദർശിക്കാതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഏത് ടൈമിലാണ് കാറ്റ് വരുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇന്നലെ അങ്ങനത്തെ ദുരന്തം ഒരു സെക്കൻഡ് കൊണ്ടാണ് ഒരുപാട് ദുരന്തങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കഴിച്ചിലായത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിനുള്ളിൽ മഴ പെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ കയറുന്നതാണ്. എന്തൊരു നിസ്സാരതുകൊണ്ട് കാറ്റുകൊണ്ട് ആ കാറ്റുകൊണ്ട് പോലെ ഇത് മറിയുന്ന കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകരോടും പറയാം സിനോജ്, മഴ സമയമാണ്. അതുകൊണ്ട് മലയോര മേഖലയിലും അതേപോലെ തീരപ്രദേശത്തും ജാഗ്രത വേണം. കടലോരങ്ങളിലേക്ക് മഴക്കാല സമയത്ത് നിങ്ങൾ പോകരുത്. കള്ളക്കടൽ പ്രതിഭാസം നേരത്തെ ഉണ്ടായിരുന്നു. കടലിലും കരയിലും നേരത്തെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നതാണ്. അനാവശ്യമായിട്ട് ജയകൃഷ്ണനും ക്ലാരയും ആവാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഈ കടൽ തീരത്തൊന്നും മഴക്കാലത്ത് പോയി നിൽക്കരുത്. അതിനൊക്കെ വേറെ സമയമുണ്ട്. ആ സമയവും സാഹചര്യമൊക്കെ നോക്കി പോവുക.